മൈ അർഷദ്. ഓക്കെ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാനിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ലിഫ്റ്റിൽ നിന്ന് ഒരാൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ എപ്പോഴും ക്യാമറ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പുറത്തിറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറ എടുത്താൽ പുറത്തിറങ്ങുന്നത്. ആ ആൾക്കാർക്ക് ഇപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നോക്കൂ, ഇവനിപ്പോൾ എന്താ ഇത്രയും സാധനം ചെറിയാനുള്ളതെന്ന് വിചാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയോ? വ്ളോഗിങ്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ. എനിക്ക് തോന്നുന്നത് ഒറ്റപ്പെടൽ മാറാനായിരിക്കും. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഒറ്റപ്പെടൽ മാറുന്നത് ഒരു മെയിൻ സാധനമായിരിക്കും. കാരണം ഈ ഒരു ഡിവൈസിനോട് നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയോ? കട്ടാക്കാതെ. അതൊരു വലിയ കാര്യമല്ലേ. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു മിറർ, ഇപ്പോൾ അപ്പുറത്ത് ആരുമില്ല, ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരുമില്ല, നിങ്ങൾ കാണുന്ന പോലും എന്നെ. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, നല്ലൊരിതായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് അത്രയും പ്രശ്നങ്ങൾ പറയാൻ, നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സ്, പൊളിറ്റിക്സ് ഒക്കെ പറയാൻ ആളുകൾ ഒരു ഡിവൈസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറന്നിട്ട് ആൾക്കാരോട് പറയുന്നത് എന്നുള്ളൊരു തോന്നൽ വരില്ലേ? ദാറ്റ്സ് ഗുഡ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ നല്ലൊരു കാര്യം കൂടിയാണ്. പഴയ പോലെ അല്ല, ആളുകൾക്ക് ഇപ്പോൾ ഷോർട്ട് ഫോം കോണ്ടന്റിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അവരുടെ കോണ്ടൻസും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മുടെ വോയിസ് ഭയങ്കര നെഗറ്റീവായിരിക്കും എന്നൊക്കെ തോന്നുമല്ലോ. എനിക്കെൻ്റെ വോയിസ് ഭയങ്കര നെഗറ്റീവായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ വോയിസ്. പക്ഷേ ഞാൻ വീഡിയോ ഇട്ട് സെക്കൻഡ് വീഡിയോയിലൊക്കെ എനിക്ക് വന്ന കോമൻറ്റും അതേപോലെ തന്നെ എനിക്ക് വന്ന ടെക്സ്റ്റ് മെസ്സേജൊക്കെ പറയുന്നത് ആ നരേഷന്, ആ വോയിസിൽ നരേഷൻ ചെയ്യുമ്പോൾ കൊള്ളായിരുന്നു പറഞ്ഞു. എനിക്കൊരു പാപ്പറിൻ്റെ മോഡായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ സിങ്ക് ആവില്ലായിരിക്കും ചില കാര്യങ്ങൾ. പക്ഷേ ഇത് ഗുഡാണ്. കോണ്ടന്റ് ക്രിയേഷൻ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ഫസ്റ്റ് കോണ്ടന്റ് ഞാൻ ചെയ്ത സമയത്ത് ദുബായിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള സാധനം, അതിനകത്ത് ഫുൾ വോയിസ് ഓവറാണ്. എന്നിട്ട് ഞാൻ ആക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന് മുമ്പ് വരെ എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിന് 6 മാസത്തോളം എടുത്തു ആ വീഡിയോ ഔട്ട് ഇറങ്ങാൻ. ഇപ്പം ആലോചിക്കുമ്പോൾ ഓക്കെ, എന്തിനായിരുന്നു അത്ര എടുത്തെന്ന് തോന്നുന്നു. പക്ഷേ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതിന് ശേഷം അത് നല്ല റീച്ചും കിട്ടും. എനിക്ക് 240 സംതിങ് ആണ് കെ കിട്ടി. 240K പ്ലസ് ആണ് അതിൻ്റെ റീച്ച് വരുന്നത്. അതിൽ 20K പ്ലസ് അങ്ങനെ ലൈക്കും കോമൻസും ഷെയറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൻ്റെ കാരണത്താൽ എനിക്ക് പിന്നീടുള്ള ഓരോ വർക്കും ഓരോ വീഡിയോസും എനിക്ക് ബെറ്റർ ആക്കാൻ തോന്നി. അതിൽ ചെയ്ത സാധനങ്ങൾ പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സ്റ്റൈൽ വരും. ഓണായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല ചില സമയത്ത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഓൺ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റിൻ്റെ ഐഡിയാസോ ഒന്നും ഉണ്ടാവില്ല. സോ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. കോപ്പി എന്നുള്ള വാക്ക് നമുക്ക് കുറച്ച് മാറ്റി വെക്കുക, എന്നിട്ട് പറയാം റീക്രിയേറ്റ് ചെയ്യാം. റീക്രിയേറ്റ് ചെയ്യുമ്പോഴൊരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലേക്ക് എലമെൻസും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വേ ഓഫ് സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് നല്ല സാധനം മാറ്റിയിട്ട് അവരുടെ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നീട് നമ്മൾ റിപ്പീറ്റഡ്ലി അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഒരു സാധനം ക്രിയേറ്റ് ആയിട്ട് വരും. ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഈസി ഓറിലേക്ക് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഈസിയാണെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്കൊരു ട്രബിൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു സാധനം ചെയ്യാനായിട്ട്. പിന്നെ ഫൈനലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യുദ്ധം ആര് ചെയ്താലും അത് റോങ് ആണ്. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞത് കുറേ മരണങ്ങൾ മാത്രമാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിരുകളില്ലാതാവണം, മനുഷ്യർ ജീവിക്കണം, ലോകം നന്നാവണം. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതൊരു കടമ്പ മാത്രമേ കോണ്ടന്റ് ക്രിയേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെത് അത്രയും ഭയങ്കര ക്വാളിറ്റി സാധനമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സാധനം കൊണ്ടാണ്. മാക്സിമം ട്രൈ ചെയ്യുക. ഒരൗട്ടെങ്കിൽ ഒരൗട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക.